വെച്ചിട്ട് നമ്മളെ കാണാതെ ഒരു വീഡിയോ എടുത്ത അവസാന വ്ളോഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. മിണ്ടാണ്ട് ജീവിച്ചവങ്ങൾ പോലെ ഇരിക്കാം. ഉന്നോടെ നടുവിലേക്ക് പിടിച്ചോണം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഴയതാണ്. പഴയെന്ന് പറയുമ്പോൾ നമ്മൾ വെക്കേഷന് നാട്ടിൽ പോയപ്പോഴത്തൊരു വീഡിയോ കേട്ടോ. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടി. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ പഴനിക്ക് പോയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നിട്ട് പോവാന്ന് വിചാരിച്ച് മാറ്റി വെച്ചൊരു പരിപാടിയായിരുന്നു ഇത്. ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിന്റെ മുട്ട അടിക്കാൻ വേണ്ടിയിട്ട് പോണൊരു വീഡിയോ ആണ്. ഇപ്പം വേറെ ആരുമില്ല, ഞങ്ങൾ 4 പേരും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പം രാവിലെ തന്നെ പോകുന്നുണ്ടായിരുന്നു. ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും അവിടെ എത്താന്നുള്ള രീതിയിലാണ് കേട്ടോ പുറപ്പെട്ടത്. ഇപ്പൊ ഏകദേശം ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ടായി. തമിഴ്നാടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊണ്ട് പോയത് കാരണം ഞങ്ങൾക്ക് വഴിയിലൊക്കെ വെച്ച് പിള്ളേർക്കും കൊടുത്തു, ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണും അച്ചക്കൻ മുട്ടയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോസ് ഒന്നും നമുക്ക് അധികം എടുക്കാം, അധികമേ അല്ല, വീഡിയോസേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം എല്ലാവരും വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്തോ നമ്മൾ എടുക്കാൻ നോക്കിയപ്പോൾ ആള് പറഞ്ഞു വീഡിയോ അലൗഡ് അല്ല എന്ന് പറഞ്ഞാലും പിന്നെ നമ്മളത് അങ്ങോട്ട് വിട്ടു കേട്ടോ. ഉച്ച തിരിഞ്ഞു നമ്മൾ മലയൊക്കെ കയറി ഇറങ്ങി തിരിച്ചപ്പോൾ. അപ്പോൾ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ പ്ലാൻ ചെയ്തത് പഴനിന്ന് നേരെ കൊല്ലങ്കോട് വഴി അങ്ങനെ വീട്ടിലേക്ക് പോവാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോഴാണ് അവരുടെ പറയണത് നമുക്ക് വാൽപ്പാറ ആ ഒരു വഴി, നമുക്ക് അതിരപ്പള്ളി വഴി അങ്ങനെ കയറി വീട്ടിലേക്ക് പോയാലോ. കുറച്ച് റിസ്ക് ആണ്, കാരണം ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. എങ്ങനെ പോയാലും 4 മണി 5 മണിയാവും നമ്മൾ ഹൈ റേഞ്ച് കയറുമ്പോൾ. ആ ഒരു സമയമായ കാരണം ചെക്ക് പോസ്റ്റ് കൂടെ കടത്തി വിടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പോണ ചെക്ക് പോസ്റ്റ് എന്തായാലും അവർ കയറ്റി വിടും, കാരണം 5 മണി ആവുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയാമായിരുന്നു. പക്ഷെ നമുക്ക് റിട്ടേൺ ഇറങ്ങേണ്ട കാര്യമാണ്. അതായത് കേരളം ചെക്ക് പോസ്റ്റ് കടത്തോ എന്നായിരുന്നു നമുക്കൊരു പേടി ഉണ്ടായിരുന്നത്. കാരണം മേലെ എത്തിയതിനു ശേഷം നമ്മൾ അവർ കടത്തി വിട്ടില്ലെങ്കിൽ അവിടെ റൂമും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. നമ്മൾ അവിടെ സ്റ്റേ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ 1 ഡേ ട്രിപ്പാണ് ഉദ്ദേശിച്ചത്. രാവിലെ പോയി വൈകിട്ട് വീട്ടിലെത്തുന്നുള്ള പ്ലാൻ ആയ കാരണം നമ്മൾ അങ്ങനെ പ്രിപ്പറേഷൻ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സ് പോലും എടുത്തിട്ടുണ്ടായില്ല സത്യം പറഞ്ഞാൽ. ഞാൻ എന്തോ ഭാഗ്യത്തിന് മാത്രം സാരി ഉടുത്ത കാരണം തന്നെ സാരി മാറാൻ വേണ്ടി ഒരു ചുരിദാർ കൈ പിടിച്ച കാരണം ഞാൻ സേഫ് ആയിരുന്നു. പിന്നെ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഡ്രസ്സ് എന്തായാലും കൈ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ആർക്കും ഡ്രസ്സ് ഉണ്ടാവുന്നില്ല. അപ്പം നമുക്ക് സ്റ്റേ ചെയ്യാന്നുള്ളൊരു കാര്യം ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ഈസി ആയിട്ട് നമുക്ക് കടക്കാൻ പറ്റിട്ടോ. അവര് നമ്മളോട് ഈസി മീൻസ് അവര് നമ്മളോട് ചോദിച്ചു ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. കുറച്ച് ഒരു ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും അവർ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. കൃത്യസമയത്തിനുള്ളിൽ പോകണമെന്നും പറഞ്ഞിട്ടോ. അങ്ങനെ ഓക്കെ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ മല കയറി തുടങ്ങി. നല്ല ഹൈ റേഞ്ച് ആയിരുന്നു. കൊടൈക്കനാൽ ഊട്ടി കയറിനേക്കാളും ഹൈപ്പിൻ കൂടുതലുള്ള പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്ത സ്ഥലം ആയതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു. നമ്മൾ ആസ്വദിച്ച് തന്നെയാണ് കയറി ഉണ്ടായിരുന്നത്. കാരണം നമുക്ക് മുന്നിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല ഇനി എന്താവുന്നു, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കണില്ല ഇങ്ങനത്തെ കുറെ സിറ്റുവേഷനിലൂടെ ഒക്കെ പോകുന്നു നമുക്കറിയില്ല. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് തന്നെയാണ് ഈ ഒരു സമയത്തൊക്കെ പോകുന്നുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ തമാശക്ക് കൂടെ പറയാനുണ്ട് ഇവിടെ സ്റ്റേ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കറിയില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് കാട്ടിലൂടെ ഒരു 2.5 മണിക്കൂറോളം നമുക്ക് കേരളത്തിന്റെ ബോർഡർ കയറി കഴിഞ്ഞാൽ ഒരു 2.5 മണിക്കൂറോളം നമുക്ക് ഫുൾ കാടാണ്. അപ്പൊ ആ ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെ പോകണം നമുക്കറിയെങ്കിലും ഇത്രയ്ക്ക് അങ്ങോട്ട് ഞങ്ങൾ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പൊ പോണ വഴിയിൽ അധികം ഞങ്ങൾ എവിടെയും വണ്ടി നിർത്തില്ല. കാര്യം പെട്ടെന്ന് ആ ഒരു സമയത്തിനുള്ളിൽ അങ്ങോട്ട് എത്തേണ്ട കാരണം നമ്മൾ ചെറിയ ചെറിയ ഒരു സ്ഥലത്ത് മാത്രം ഞങ്ങൾ ഇറങ്ങി ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ കാറിൽ ഇരുന്ന് തന്നെയാട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്ലേസിലൊക്കെ ഞങ്ങൾ റൂമുകൾ നോക്കണ്ടായിരുന്നു കേട്ടോ. ബൈ ചാൻസ് നമ്മളെ കടത്തി വിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ റൂം കിട്ടണമല്ലോ. അപ്പോൾ ശരിക്കൊരു റിസോർട്ട് പോലെ എന്തായാലും സെറ്റപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തങ്ങാനുള്ള രീതിയിലൊക്കെ ചെറിയ ചെറിയ വകുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഞങ്ങൾ നോക്കി വെക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ അധികം നല്ലൊരു സ്പീഡിൽ തന്നെയാണ് പോകുന്നുണ്ടായിരുന്നത്. കാരണം 6 മണിക്ക് മുന്നേ അവിടെ എത്തിയാണ് അവർ അവിടെ നിന്ന് അങ്ങോട്ട് കടത്തി വിടുള്ളൂ. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ റിട്ടേൺ അയക്കും. റിട്ടേൺ ഇത്രയും വഴി നമുക്ക് ഈ മല ഇറങ്ങാന്ന് വെച്ചാലും പോസിബിൾ അല്ല. ഇവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പോസിബിൾ അല്ല. എങ്ങനെയെങ്കിലും അങ്ങോട്ട് കടക്കുക എന്നുള്ളൊരു ഒറ്റ
ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ മാക്സിമം നമ്മൾ അതേ സ്പീഡിൽ തന്നെയാണ് വിടണത്. ഒരു ചായ കുടിക്കാൻ മാത്രം ഇടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ കടത്തി വിടാനുള്ള ചാൻസ് കുറവാണ്. പ്രത്യേകിച്ച് പിള്ളേരുണ്ട് നമ്മുടെ കൂടെ. അപ്പൊ എന്തായാലും അവരെ റിസ്ക് ആണ്. ഈ 2.5 മണിക്കൂർ ഫോറസ്റ്റ് ഏരിയയിലൂടെ നമ്മൾ ഈ രാത്രി ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ നമ്മൾ എന്തായാലും അവർ വിടില്ല. അങ്ങനെയാണ് പ്രതീക്ഷിച്ച് പോണത്. നമ്മളാണെന്നുണ്ടെങ്കിൽ ചായ കുടിക്കാനായാലും പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റോളം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് അവര് കടത്തി വിടില്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടി പിന്നെ ഇവര് ചെന്ന് അവരെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും ഞങ്ങൾ കടന്നോളാം, കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് അവര് നമ്മളെ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നു. വിട്ടപ്പോ പിന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു, സന്തോഷമുണ്ട്, അതിലേറെ ടെൻഷനും ഉണ്ടായി. കാരണം നന്നായി ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഭയങ്കര ടെൻഷനായിരുന്നു. ആനെങ്ങാനും വന്നാലും എന്ന് വെച്ച്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും ഒരുപാട് വണ്ടികളും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മാക്സിമം സ്പീഡിൽ പോണ കാരണം എല്ലാവരും ഓവർടേക്ക് ചെയ്ത് നമ്മൾ കയറി പോവായിരുന്നു. പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ കയറി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും നമ്മോട് പൊക്കോളാൻ പറയും, നമ്മൾ അങ്ങനെ ഓവർടേക്ക് ചെയ്ത് എല്ലാവരും കയറി പോകണ്ടായിരുന്നു. അങ്ങനെ പോയി കുറച്ചല്ല, പിന്നെ നമ്മുടെ റേഞ്ച് ഒക്കെ കട്ടായി പോയിണ്ടായിരുന്നു. അതിന്റെ പിന്നെ നമുക്ക് എത്രത്തോളം ഇനി ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. വഴി എന്തോരം പോലെയാണ് നമുക്ക് എത്താന്നൊന്നും അറിയില്ലായിരുന്നു. കാടിന്റെ ഒരു നടുക്ക് ഒരു 3/4 ഭാഗങ്ങളിൽ ഞങ്ങൾ കടന്നിട്ടുണ്ടാവും. ആ ഒരു സമയമായപ്പോഴാണ് ശരിക്കും ഞങ്ങൾ പെട്ടത്. കറക്റ്റ് ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിലായിരുന്നു ഒരു ആന വന്നത്. ആനയുടെ ഫുൾ ഭാഗമൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ കാട്ടിലോട്ട് പോവാണ്. അപ്പൊ പകുതി ആളുടെ കാട്ടിലേക്ക് കയറിയിട്ടുള്ളൂ, പകുതി റോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. ഞങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളോട് മുന്നേ വന്ന വണ്ടിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഡിം ആക്കിയിട്ട് പോയാൽ മതിയെന്ന്. പക്ഷെ ആനനെ കണ്ടാൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യണമെന്നും പറഞ്ഞേ. അപ്പൊ ഞങ്ങള് കംപ്ലീറ്റ് ലൈറ്റ് ഒക്കെ നിർത്തി വണ്ടി ഓഫ് ആക്കിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ബാക്കിൽ വന്ന വണ്ടി ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല. അവരുടെ ലൈറ്റാണ് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പൊ ആനതി ആ ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ആ ഒരു കാടിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നുണ്ട്. ആളവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ആ റോട്ടിൽ കൂടെ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ ആന തിരിച്ചിങ്ങോട്ട് ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇങ്ങോട്ടായിരിക്കും ഓടാ. അപ്പൊ എന്താണ് ചെയ്യാന്നൊന്നും അറിയില്ല. പിള്ളേരുണ്ട് കൂടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുറച്ച് നേരത്തെ ആ ഒരു എന്താ പറയാ ഇതൊന്ന് കാണാം എന്നുള്ളൊരു കൗതുകം കൊണ്ട് വന്നിട്ട് വലിയൊരു പ്രശ്നമായി തീരുമോ, അങ്ങനെയൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഇടയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് ഓടുന്ന പോലും അറിയില്ല, ഫുൾ കാടല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ കാണാട്ടോ. സൈഡ് ഒതുങ്ങുന്നുണ്ട്. വലിയ ഹൈ റേഞ്ച് റോഡൊന്നുമില്ല. സൈഡ് ഒതുങ്ങുന്ന ചെറിയ റോഡല്ലേ. അതിന് ചിലപ്പോ പ്രാന്ത് കളിക്കാൻ ഓടി വരും. വണ്ടി കൂടി ഉള്ള കാരണം ആവശ്യമാണ്. ഒരുമിച്ച് അല്ല ഓടാല വെള്ളം കൊടുക്കുകയും എത്തിച്ചു കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് അവസാനം വ്ളോഗാണ്. പിള്ളേർക്കൊന്നും പറ്റില്ല. അതിന്റെ താഴെട്ടാ മതി, നമ്മുടെ കാലിന്റെ ഇടയിലിട്ടാ മതി. അതല്ല ഇങ്ങനെ നിക്കണ നേരം അത് ഇങ്ങോട്ട് വന്നു നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും ചെയ്യാനില്ല. വണ്ടിയിലിരിക്കാനേ വണ്ടി മറിക്കില്ലേ. പോണ്ട് പക്ഷെ അത് എത്ര ദൂരം പോകുന്ന അറിയില്ലേ. ബാക്കിയുള്ള ഈ ഒരു സമയത്തൊക്കെ ശരിക്കും പേടിച്ച് ദൈവത്തെ വിളിച്ചിട്ടിരിക്കുക കേട്ടോ. കാര്യം വേറെ ആർക്കും അറിയില്ല നമ്മൾ ഈ റൂട്ടാണ് വരണേന്ന്. നമ്മൾ റേഞ്ചൊക്കെ കട്ടായിണ്ടായി. പഴനി പോയ ആൾക്കാർ ഇത്ര നേരമായിട്ട് വരില്ലെന്ന് വീട്ടുകാരും ചിന്തിക്കും. കാരണം ഇങ്ങനെ ഒരു പ്ലാനിങ് പെട്ടെന്നായത് കാരണം ആർക്കും അറിയില്ല. നമ്മളെ വിളിച്ചാലോട്ടും കിട്ടില്ല. കുറേ നേരം കഴിഞ്ഞതിന് ശേഷം KSRTC ബസ്സാണ് ഓപ്പോസിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ബസ് വന്ന ആ ഒരു സമയത്ത് ആന പേടിച്ച് കാടിൻ്റെ ഉള്ളിലോട്ട് പോവുകയും നമ്മൾക്കപ്പോൾ സുഖമായിട്ട് പോകാൻ പറ്റിയിട്ടോ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നെറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. നമുക്ക് ഇനി എന്തോരം ദൂരം പോകണമെന്നൊന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ചങ്ങോട്ട് പോകുന്നതിന് ശേഷമാണ് ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ 6-7 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ മെയിൻ റോഡ് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 9:30-10 മണി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ മെയിൻ റോഡ് എന്നെ കണ്ടപ്പോൾ തന്നെ. ഇനി എന്തായാലും പകൽ വെളിച്ചത്ത് പോലും എന്നോട് ഇങ്ങനെ വാൽപ്പാറ, മലക്കപ്പാറ ആ ഒരു സംഭവത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ പോലും ഞാൻ വരില്ല കേട്ടോ. എനിക്ക് അത്രയ്ക്കും പേടിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെയൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.